അറബി സംസാരിക്കുന്ന ആളുകൾ ഉൾക്കൊള്ളുന്ന രാജ്യങ്ങൾക്ക് അവർ മൊത്തത്തിലൊരു പേരിട്ടു. ആ പേരാണ് ജസീറത്തുൽ അറബ്. അതിൽ പ്രധാനപ്പെട്ടത് 5 സ്ഥലങ്ങളാണ്. 5 സ്ഥലങ്ങൾ 5 ടൈപ്പായിട്ട് അതിനെ ഭാഗിച്ചിട്ടുണ്ട്. 1 തിഹാമ, 2 ഹിജാസ്, 3 നജദ്, 4 യമൻ, 1 അറൂൽ. ഈ സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ 5 ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതിനാണ് ജസീറത്തുൽ അറബ് എന്ന് കൊടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിജാസാണ്. ഹിജാസ് എന്ന് പറഞ്ഞാൽ നീണ്ടു കിടക്കുന്ന ഐലത്ത് മുതൽ യമൻ വരെ നീണ്ടു കിടക്കുന്ന പർവ്വത നിരകൾക്കാണ് അതാണ് ആ ഹിജാസ് എന്ന സ്ഥലത്ത് ഉൾക്കൊള്ളുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മക്കയും മദീനയുമാണ്. ആ മക്കയും മദീനയും ആ മക്കത്ത് മദീനത്തടക്കമുള്ള ഹിജാസ് എന്ന പ്രവിശ്യയിൽ നിന്ന് ധാരാളം പ്രവാചകന്മാർ വന്നിട്ടില്ലെങ്കിലും കുറച്ച് പ്രവാചകന്മാർ അവിടെ നിന്നും പ്രബോധനത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. നബിതങ്ങൾ വരുന്നതിന് മുമ്പ് അവിടെ നിന്ന് വന്ന ആദ്യ പ്രവാചകനാണ് മഹാനാകുന്ന ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒമാനിന്റെ കിഴക്ക് ഭാഗം അഹ്ഖാഫ് എന്ന് പറയും. അഹ്ഖാഫ് എന്ന സ്ഥലത്ത് വെച്ച് ആദ് സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു. ഇന്നും അവിടുത്തെ സൗദി ഗവൺമെന്റ് അവിടുത്തെ പുരാതന സ്ഥലങ്ങളൊക്കെ കണ്ടെത്തുന്നതിൽ ആദ് ഗോത്രത്തിന്റെ പല അവശിഷ്ടങ്ങളും കണ്ടെത്തി എന്നൊക്കെ വീഡിയോകളിലും മറ്റുമൊക്കെ കാണുന്നുണ്ട്. എന്നല്ല 2030 ആകുമ്പോഴേക്ക് സൗദി അടക്കമുള്ള ആ സ്ഥലങ്ങളിൽ പുരാതന കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിന്റെ ഒരു വിഷൻ, അതിന്റെ ഒരു കാഴ്ച ചിത്രീകരണം എന്ന നിലക്ക് പല മറഞ്ഞുപോയ കാര്യങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഹന്തക്ക് കിടങ്ങില്ലേ, അവിടെ ഇപ്പൊ റോഡാണുള്ളത്. ആ റോഡൊക്കെ മാറ്റി കിടങ്ങ് കയറി പഴയ രൂപത്തിലാക്കുന്നു. അങ്ങനെ പുതിയ ടൂറിസം മേഖലയിലേക്ക് നമ്മുടെ മക്ക മദീന ഉൾക്കൊള്ളുന്ന സൗദി ഗവൺമെന്റ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചരിത്രത്തിന്റെ കുറെ ബോർഡുകളൊക്കെ അവിടെ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കട്ടെ, അപ്പൊ അഹ്ഖാഫിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനായിരുന്നു മഹാനാകുന്ന ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിനുശേഷം സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സമൂദ് ഗോത്രത്തിലേക്ക്, സമൂദ് ഗോത്രം നമ്മൾ കേട്ടവരാണ്. പക്ഷെ ആ സമൂദ് ഗോത്രം എന്നത് ഹിജർ എന്ന സ്ഥലത്താണ് അത് താമസിച്ചിരുന്നത്. ആ സ്ഥലം തബൂക്കിന്റെയും ഹിജാസിന്റെയും ഇടയിലാണ്. നമ്മുടെ തബൂക്കും അതുപോലെ തന്നെ ഹിജാസിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് ഈ ഹിജർ എന്ന സ്ഥലം. അതേപോലെ മക്കയുടെയും അതിന്റെ പരിസരത്തേക്കും അയക്കപ്പെട്ട പ്രവാചകനായിരുന്നു ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിനുശേഷം മഹാനാകുന്ന ശുഐബ് നബി, നമ്മൾ പറഞ്ഞു ഇബ്രാഹിം നബിയുടെ മോൻ മദിയൻ എന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ, ആ മോൻ ഉണ്ടാക്കിയൊരു പട്ടണമുണ്ട്. ആ പട്ടണത്തിന്റെ പേര് മദിയൻ എന്നാണ്. ആ സ്ഥലത്തേക്ക് അയക്കപ്പെട്ട തബൂക്കിൽ നിന്ന് 6 മർഹല അകലമുള്ള സ്ഥലമാണ് യഥാർത്ഥത്തിൽ മദിയൻ എന്നുള്ളത്. ഇങ്ങനെയാണ് ഇത്രയും 5ഓളം പ്രവാചകന്മാർ പരിശുദ്ധമാക്കപ്പെട്ട ആ ഭൂമികയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ആ സ്ഥലം അന്നൊന്നും അറിയപ്പെട്ട സ്ഥലമല്ല. കാരണം ഉള്ള ഏരിയയാണ്, നമുക്കറിയാം. അവിടേക്ക് പോകുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് പർവ്വതങ്ങളാണ്. അങ്ങനെ ഉള്ള ഏരിയ ആയതുകൊണ്ട് അങ്ങനെ വല്ലാതൊന്നും അറിയപ്പെട്ടിട്ടില്ലെങ്കിലും പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതോടുകൂടെ ലോകത്തിന്റെ സർവമാന ദിക്കുകളിലും തങ്ങളെ കുറിച്ചുള്ള ചർച്ചയായി. സുബ്ഹാനല്ലാഹ്, അത് കൊട്ടാരങ്ങളെന്നോ അങ്ങാടികളെന്നോ അടുക്കളകളെന്നോ വ്യത്യാസമില്ലാതെ ചർച്ചകൾ അതായപ്പോൾ പിന്നീട് അത് അറിയപ്പെട്ടു തുടങ്ങി എന്നതാണ് ചരിത്രം. ഇരിക്കട്ടെ, നബിതങ്ങളോ 20 ഉപ്പാപ്പമാരുടെ പേര് നമ്മൾ എപ്പോഴും പറയാറുള്ള ആ 20 ഉപ്പാപ്പമാരുടെ പേരും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തആല തങ്ങളെ കുറിച്ച് പഠിക്കുന്നതോടുകൂടെ മഹബത്തിൽ വർധന കിട്ടുന്നതിൽ പെടുത്തുമാറാകട്ടെ. ആദ്യ ഉപ്പാപ്പ മഹാനരാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഏറ്റവും വലിയ ഉപ്പാപ്പ എന്നറിയപ്പെടുന്ന ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പൊന്നുമോൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ പൊന്നുമോന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് അദ്നാൻ. അദ്നാൻ 2 മക്കളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് മഅദ്, അതുപോലെ തന്നെ അക്ക്. ഈ മഅദിന് 4 മക്കളാണ് പിന്നീട് ഉണ്ടായത്. അതിലൊട്ട നിസാറിന്റെ പരമ്പരയിലൂടെയാണ് നബിതങ്ങൾ വന്നിട്ടുള്ളത്. നിസാർ എന്നവരുടെ 3 മക്കളിൽ മുളർ എന്ന പ്രിയപ്പെട്ടവരിലൂടെയാണ് നബിതങ്ങൾ വന്നിട്ടുള്ളത്. ആ പ്രിയപ്പെട്ടവർക്ക് മുളർ എന്നവർക്ക് 3 മക്കൾ. ആ 3 മക്കളിൽ മഹാനരാകുന്ന മുളർ എന്നവർക്ക് 2 മക്കൾ, ഇല്യാസ്, ഐലാൻ. ആ ഇല്യാസ് എന്നവരുടെ മകനാകുന്ന മുദിരിക്ക എന്നവരിലൂടെ, അവിടുത്തെ മകനാകുന്ന ഹുസൈമ എന്നവരിലൂടെ, അവരുടെ മകനാകുന്ന കിനാനയിലൂടെ നദർ, മാലിക്, ഫിഹർ, ഗാലിബ്, ലുഐ, കഅബ്, മുറ,
കിലാബ്, ഖുസൈ, അബ്ദു മനാഫ്, ഹാഷിം, അബ്ദുൽ മുത്തലിബ്, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ഇങ്ങനെയാണ് തങ്ങളെ പരമ്പര. ഈ പരമ്പര നേരിട്ട് കൊണ്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ചെന്നുമുട്ടുന്നതാണ് നമ്മളെ പരമ്പര. പറഞ്ഞ അല്ലേ, നമ്മളെ പരമ്പര എണ്ണം പറഞ്ഞ നമുക്ക് കഴിയോ? ഇല്ല, നമ്മളൊന്നും പഠിച്ചു വെച്ചിട്ടില്ല. അതേസമയം നബിതങ്ങളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ടതാണ് എന്നറിഞ്ഞതുകൊണ്ടാണ് അതങ്ങനെ തന്നെ പോന്നിട്ടുള്ളത്. അല്ലാഹു തആല ആ പ്രിയപ്പെട്ടവർ ഇതിലൊക്കെ എത്രയോ ആളുകൾ, ഈ ഉപ്പാപ്പമാർ ഖുറൈശി എന്ന് പേര് വരാനുണ്ടായ കാരണം നളർ ബിൻ കിനാനയാണ്. ഖുറൈശി എന്ന വാക്കിന്റെ തന്നെ അർത്ഥം എന്താണ്? പരിശോധിച്ചുകൊണ്ട് ആളുകൾക്ക് വേണ്ടത് കൊടുക്കുന്നവെന്നാണ്. പരിശോധകൻ എന്നാണ് ഖുറൈശ് എന്ന വാക്കിന്റെ അർത്ഥം. പരിശോധിച്ച് നികത്തി കൊടുക്കുന്നവൻ. ഈ നളർ ബിൻ കിനാന എന്ന പ്രിയപ്പെട്ട ഉപ്പാപ്പ ആളുകൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ, പട്ടിണി കിടക്കുന്നവരുണ്ടോ, പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ എന്നിങ്ങനെ പോയി നോക്കിയിട്ട് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളും കൊടുത്തിരുന്നു. ആ സന്താന പരമ്പരക്കാണ് ഖുറൈശികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതേപോലെ അബ്ദുൽ മുത്തലിബ് എന്ന് പറയും ശരിക്കും നബിതങ്ങളുടെ ഉപ്പാപ്പന്മാർ എന്ന് പറയുന്നത് ഭയങ്കര ആ കാലഘട്ടത്തിൽ അവര് ജീവിക്കുന്ന സമയത്ത് അവരായിരിക്കും ആ നാട്ടിലെ ഏറ്റവും പ്രമാണിമാരും പ്രമുഖരും. എന്നാൽ അബ്ദ് എന്ന് പറയുമ്പോൾ അടിമ എന്നാണല്ലേ. അപ്പൊ അബ്ദുൽ മുത്തലിബ്, മുത്തലിബിന്റെ അടിമ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു പിതാവ് മകൻ തങ്ങളുടെ കുടുംബത്തിലുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ വിശദീകരണം കാണാൻ കഴിയും. അദ്ദേഹം ശരിക്കും മഹാനരാകുന്ന അബ്ദുൽ മുത്തലിബ് എന്നവർ ഹാഷിം എന്നവര് യസ്രിബിൽ ഒരു വിവാഹം കഴിച്ചിരുന്നു. അങ്ങനെ യസ്രിബ് എന്ന മദീനയിൽ ഒരു വിവാഹം കഴിച്ചിരുന്നു. ആ സ്ത്രീയിലുണ്ടായ കുഞ്ഞായിരുന്നു മഹാനരാകുന്ന ഷൈബ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഈ ഷൈബ എന്നവരുടെ സഹോദരൻ മുത്തലിബ് എന്നവർ എന്നാണ് ഹാഷിമിന് മറ്റൊരു മോനാണ് മുത്തലിബ്. ഇവര് മദീനയിൽ പോയി ആ പൊന്നുമോനെ കൂട്ടിക്കൊണ്ടുവന്നു. 7, 8 അല്ല 9 വർഷങ്ങൾക്ക് ശേഷം കൂട്ടിക്കൊണ്ടുവരുമ്പോ ആളുകളൊക്കെ കണ്ടപ്പോ ആരപ്പോ മുത്തലിബിന്റെ കൂടെ ഒരു അടിമ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ആളുകൾ പറഞ്ഞ് അബ്ദുൽ മുത്തലിബ് എന്ന പേരിലേക്ക് നാമകരണം ചെയ്യപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഷൈബ എന്നവരായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ മഹാനരാകുന്ന അബ്ദുൽ മുത്തലിബ് എന്നവർ പിൽക്കാലത്ത് ആ മക്കയിലുള്ള നേതാവായിട്ടുണ്ട്. ഈ ഉപ്പാപ്പമാരൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് നബിതങ്ങളുടെ നൂറ് അവരുടെ മുഖത്ത് ഇങ്ങനെ പ്രതിഫലിച്ച് കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ കാണുമ്പോൾ നമുക്കറിയാം മഹാനരാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമല്ലേ, അല്ലെ ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ആനക്കലഹ സംഭവം. ആ സംഭവത്തിലൊക്കെ അബ്ദുൽ മുത്തലിബിന്റെ അരികിലേക്ക് അബ്രഹത്തിന്റെ സൈന്യം അല്ലെങ്കിൽ ആ രാജാവ് വന്നിട്ട് അബ്ദുൽ മുത്തലിബിനെ കണ്ടപ്പോ സിംഹാസനം അല്ലെങ്കിൽ ചെയറിൽ നിന്ന് താൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് താഴെ ഇരിക്കുകയാണ്. ഭവ്യതയോടുകൂടെ ആ പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ ഇരിക്കുന്നുണ്ട്. കാരണം എന്താണ്? അവിടുത്തെ വഖാർ എന്നാണ് അവിടുത്തെ ഗാംഭീര്യതയും അവിടുത്തെ സൗന്ദര്യവും കണ്ടിട്ട് മുന്നിൽ അങ്ങ് ഇരുന്നു പോയി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഏത് രാജാവ് അങ്ങനെ നിർത്തിയെടുക്കൂല. ഇങ്ങനെയായിരുന്നു നിബിതങ്ങളുടെ പരമ്പരകളൊക്കെ. അതുകൊണ്ടാണ് നമ്മൾക്ക് മൗലിദിൽ കാണാൻ വായിക്കാറുണ്ട്, അല്ലെങ്കിൽ ഹിക്കായത്തിൽ നമ്മൾ പറയാറുണ്ട്, എങ്ങനെ ഓരോ ഉപ്പാപ്പമാരിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടുകൊണ്ട് നല്ല സംശുദ്ധരായ ആളുകളിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മഹാനരാകുന്ന അബ്ദുൽ ഉപ്പ നബിതങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന സമയത്ത് ആമിന ബീവിയുമായിട്ട് വിവാഹം കഴിക്കപ്പെടുന്നതിന് മുമ്പ് നടന്നു പോകുമ്പോൾ സ്ത്രീകൾ വന്നുകൊണ്ട് എന്നെ വിവാഹം കഴിക്കുമോ, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുമോ എന്ന് സ്ത്രീകൾ ചോദിച്ചതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോ പിന്നീട് ആമിന ബീവി വിവാഹം കഴിച്ച് ആ ബന്ധപ്പെടലിന് ശേഷം നടന്നു പോകുമ്പോൾ ആ വഴിയിലൂടെ തന്നെ നടന്നു പോകുമ്പോഴും ആരും ചോദിക്കുന്നില്ല. അപ്പോൾ അബ്ദുല്ലാഹി എന്നവർ ചോദിച്ചു, എന്തേ ഇപ്പൊ ഒരാളവന് ചോദിക്കാത്തത്? അപ്പോ പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ ദിവസം വരെ ഈ വഴിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തിന് എന്തോ ഒരു മാസ്മരിക ശക്തി ഉണ്ടായിരുന്നു, നിങ്ങളുടെ മുഖത്ത് എന്തോ ഒരു പ്രകാശം ഉണ്ടായിരുന്നു. ആ പ്രകാശം കണ്ടിട്ടാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇങ്ങനെ ഏറ്റവും ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലവരായ ആളുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ നിബിതങ്ങളുടെ ആ നൂറ് ഇങ്ങനെ പാസ് ചെയ്യപ്പെട്ടു പോകുന്നത്. ഇതിൽ കാണാൻ കഴിയും ഈ കാലം എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ പ്രബോധനം എത്താത്ത സമയമാണ്. ആളുകൾ അരാജകത്വത്തിലും അധർമ്മത്തിലും ആണുകൊണ്ടിരിക്കുന്ന സമയമായിട്ട് പോലും ഈ ഉപ്പാപ്പന്മാരിൽ ഒരാൾ പോലും ഒരു ബിംബത്തിന് മുന്നിലും ഒരിക്കൽ പോലും
തലകുനിച്ചിട്ടില്ല എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒരാൾ പോലും ആ കാലഘട്ടത്തിലെ വേശ്യാവൃത്തികളിലോ അശ്ലീലങ്ങളിലോ പങ്കെടുത്തിട്ടില്ല എന്നൊക്കെ ചരിത്രം കൊണ്ട് തെളിയിക്കപ്പെട്ടതായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാർ അല്ലെങ്കിൽ അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പയുടെ പേര് കേൾക്കുമ്പോഴൊക്കെ മഹാന്മാരാകുന്ന ആളുകൾ തർദിയത്ത് ചൊല്ലിയിരുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ ഉള്ളിൽപ്പെട്ട ബിദ്അത്തിന്റെ കക്ഷികൾ നിബിധങ്ങളെ ബഹുമാനിക്കുന്നതിൽ ഏറ്റവും മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ബിദ്അത്തിന്റെ കക്ഷികളാണ്. ആദ്യമായിട്ട് നിബിധങ്ങളെ ബഹുമാനക്കുറവ് കാണിച്ചത് ഒരു ബിദ്അത്തുകാരനാണ്. ആരായിരുന്നു അദ്ദേഹം? ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നബിതങ്ങളെ ബഹുമാനിക്കുന്ന സ്വഹാബത്ത് ബഹുമാനിക്കുന്നത് കണ്ടിട്ടില്ലേ? അബൂ സുഫിയാൻ പറഞ്ഞത്, ഞാൻ എത്രയോ രാജാക്കന്മാർ അരികിൽ പോയിട്ടുണ്ട്, ആ രാജാക്കന്മാരൊന്നും തന്റെ അനുയായികൾ തങ്ങൾക്ക് കൊടുക്കുന്ന റെസ്പെക്ട് മുഹമ്മദിന്റെ അനുയായികളെ കൊടുക്കുന്നത് പോലെ കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മുഹമ്മദ് നബി ഒന്ന് നടക്കുമ്പോൾ ആ അനുയായികൾ പുറകെ നടക്കുകയാണ്. ഒന്ന് എന്തെങ്കിലും ആവശ്യം പറയുമ്പോഴേക്ക് അത് ഏറ്റെടുത്ത് ചെയ്യാനുള്ള ആളുകളെ കാണുന്നു. അവിടുത്തെ ഉമിനീരത് നിലത്ത് വീഴാൻ വരെ അവർ സമ്മതിക്കുന്നില്ല എന്ന് സാക്ഷാൽ അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയാണ് സ്വഹാബത്ത് സ്നേഹിച്ചിരുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ മൗലൂദിന്റെ കഴിക്കും അല്ലെങ്കിൽ റബീഉൽ അവ്വൽ വരുമ്പോഴേക്ക് ചില ആളുകൾക്ക് ദഹിക്കാത്തത് ഈമാനികമായിട്ട് അവർക്കൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മഹബത്തുള്ള ആളുകളാണ് മുഅ്മിനീങ്ങളായ ആളുകൾ. അതാണ് സ്വഹാബത്ത് കാണിച്ചിരുന്നത്. അതാണ് ഇബ്നു ഹജർ തങ്ങൾ അടക്കമുള്ള ആളുകളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ തന്റെ സ്വഹാബത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയ കിതാബാണ് അൽ ഇസാബ ഫീ തമീസി സ്വഹാബ. അതിലൊക്കെ പറയുന്നത് സ്വഹാബത്തിന്റെ മഹബത്തുകളെ കുറിച്ച് മാത്രമാണ്. അല്ലാഹു തആല ആ പ്രിയപ്പെട്ടവരുടെ മഹബത്ത് പോലെ തങ്ങളെ സ്നേഹിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹ് അത് കാരണമായിട്ട് നമുക്കൊക്കെ ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് വിജയിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ തങ്ങൾ കാണുന്നുണ്ട്. നമ്മളങ്ങോട്ട് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. തങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളത് നന്മ ചെയ്യുമ്പോ തങ്ങൾ പറഞ്ഞില്ലേ, എനിക്കത് സന്തോഷമാണ്. അപ്പൊ സുബൈക്ക് തന്നെ നമ്മളിത് പറയുമ്പോ തങ്ങൾ കാണുന്നുണ്ട്. പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മളിത് കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോ തങ്ങൾ നമ്മെ പരിഗണിക്കും. അല്ലാഹു തആല അത്തരക്കാരെ നമ്മൾ കൊടുത്തുമാറാകട്ടെ. അതോടുകൂടെ മുഅ്മിനീങ്ങളെ റബീഉൽ അവ്വൽ മാസമാണ്. കഴിയുന്നതിന്റെ പരമാവധി നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നവരാണ്, എത്രയാണോ കഴിയുന്നത് അത്രയും സ്വലാത്തുകൾ ചൊല്ലുക. ആ ചൊല്ലുമ്പോൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ തങ്ങളെ കാണാനുള്ള ഒരു മാർഗമായിട്ട് അയിമത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതിലേറെ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാനും ആഖിബത്ത് നന്നാകാനും. അതേപോലെ ഈ സ്വലാത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നല്ല തെർബിയത്ത് കിട്ടുന്ന പ്രവർത്തനമാണ്. എന്ന് പറഞ്ഞാല് നമ്മളെ പണ്ടൊക്കെ ഉസ്താദുമാരൊക്കെ തെർബിയത്ത് ചെയ്യാറുണ്ട്. ശിഷ്യന്മാരെ നല്ല രീതിയിൽ നടക്കാനുള്ള കോച്ചിങ് കൊടുക്കാറുണ്ട്. ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്ന് മുറബിയായ ഷെയ്ഖ് ഉണ്ടോ അല്ലേ എന്നതൊക്കെ ചർച്ചയാണ്. ഒരാളെ തെർബിയത്തിൽ വളർത്തിക്കൊണ്ടുവന്ന് വിലായത്തിന്റെ പകരം നല്ല വലിയാക്കാൻ പറ്റിയ ആൾക്കാരുണ്ടോ അല്ലേ, അത് സംശയമാണ്. എന്നാൽ സ്വലാത്ത് ചൊല്ലുന്ന ഒരാള്, ധാരാളമായി സ്വലാത്തുകൾ ചൊല്ലുന്ന ആളുകൾക്ക് ആ തെർബിയത്ത് തങ്ങൾ ചെയ്യും എന്ന് അയിമത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. അല്ലാഹു തആല ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് നമുക്കും കുടുംബത്തിനും നാമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അങ്ങനെ അവസാനം നമ്മൾ മരിക്കുന്ന ദിവസം നമ്മുടെ ചാര ഹബീബായ തങ്ങൾ വന്നുകൊണ്ട് സന്തോഷത്തോടുകൂടെ പോരുമോ എന്ന് പറയുന്ന ആത്മാക്കളിൽ പെടാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.